നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന വേദയും വിക്രവും പുതിയ മാനേജറെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് വേദ വിക്രത്തോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നെ അയാൾക്ക് പരിചയമുള്ള പോലെ അയാൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല എന്നോട് പറയുകയും ചെയ്തു എവിടെയോ നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ എന്ന്. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, ചിലപ്പോൾ നിന്നെപ്പോലെ തന്നെ വേറെ ആരെങ്കിലും കാണുമായിരിക്കും, അതുകൊണ്ട് അതിനൊക്കെ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. അതല്ല വിക്രം, വേറെ എന്തോ ഉണ്ട്, അയാൾക്ക് അങ്ങനെ പരിചയം തോന്നണമെങ്കിൽ എങ്കിൽ ചിലപ്പോൾ വല്ല കോടതിയിലോ മറ്റോ വെച്ച് കണ്ടുള്ള ഒരു പരിചയമായിരിക്കും എന്ന് പറഞ്ഞു. നീ വക്കീലാണല്ലോ. പക്ഷെ വേദയ്ക്ക് എന്തോ മനസ്സിൽ വേറെ എന്തൊക്കെയാ തോന്നിയത്. ഒരു പക്ഷേങ്കിൽ അയാൾ തന്നെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പം വേറെ എവിടെയെങ്കിലും വെച്ചാണോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. താൻ അയാളെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ വേദ ഇങ്ങനെ ചിന്തിച്ച് നോക്കുന്നുണ്ട്. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും വേദ വിക്രത്തോട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, പുതിയ മാനേജറെ ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞു. എന്തിനാ? അല്ല, മാനേജരോട് എനിക്ക് സംസാരിക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അല്ല നിനക്കിപ്പോൾ എന്താ പ്രത്യേകിച്ച് എന്താ സംസാരിക്കാനുള്ളത്? അല്ല, തൊഴിലാളികളുടെ കൂലിക്കാര്യത്തെക്കുറിച്ചൊക്കെ 4 മാസത്തിനുള്ളിൽ കൊടുത്ത് തീർക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കുറച്ച് കാര്യത്തിനോട് വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാനായിട്ടാണ് ഇതിനും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ തൊഴിലാളികൾക്ക് ഒരു കാരണവശാലും ഒന്നും സംഭവിച്ചുകൂടാ. അതുകൊണ്ട് വിക്രം കൂടെ എന്നോടൊപ്പം വരണമെന്ന് പറഞ്ഞു. അങ്ങനെ വിക്രം വേദയും കൂടെ മാനേജറെ കാണാനായിട്ട് മാനേജർ ബംഗ്ലാവിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് സന്തോഷ് പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു ചായ കുടിച്ച് സന്തോഷ് പുറത്തിരിക്കുന്ന സമയത്താണ് വേദയും വിക്രവും കൂടെ അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ അവർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സന്തോഷോടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് സന്തോഷിൻ്റെ മുഖം തിരിഞ്ഞിരുന്നുകൊണ്ട് കണ്ടില്ല വേദയും വിക്രവും. ആ സമയത്ത് വിക്രം വേദയോട് പറഞ്ഞു, അല്ല ഇനിയിപ്പം നമ്മൾ ഇങ്ങോട്ട് വന്ന് ഇയാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുവോ? അങ്ങനെ ഒന്നുമില്ല വിക്രം, ആളിനെ കണ്ടിട്ട് ഇന്നലെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആൾ മാന്യാന്ന് തോന്നിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സന്തോഷ് പെട്ടെന്ന് തിരിയുവാണ്. ആ സമയത്താണ് വിക്രം ആ കാഴ്ച കാണുന്നത്, സന്തോഷിനെ കാണുന്നത്. സന്തോഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഒരു നിമിഷം ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ സന്തോഷം വിക്രത്തെ കണ്ടപ്പോൾ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. സന്തോഷിൻ്റെ മനസ്സിലേക്ക് പഴയ പല കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മയിലേക്ക് വരുവാണ്. അവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. ആ സമയത്ത് സന്തോഷ് വിക്രത്തിൻ്റെ അരിയിലേക്ക് പതുക്കെ വന്നു. കാലിന് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു ചട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് സന്തോഷ് വിക്രത്തിനെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം വിക്രം ഇങ്ങനെ സന്തോഷിനെ നോക്കുകയാണ്. മറന്നു പോകാൻ വഴിയില്ല, ശരിക്കും ഒന്ന് നോക്കാൻ പറഞ്ഞു. വിക്രത്തിൻ്റെ മനസ്സിലേക്ക് ആ പഴയ സംഭവങ്ങളൊക്കെ വരുവാണ്. താൻ ആ വേദയെ കല്യാണം കഴിച്ച ദിവസത്തെ സംഭവങ്ങളൊക്കെ. ആ സമയം വേദ ഇങ്ങനെ അന്താളിപ്പോടോട് നോക്കുകയാണ്. അപ്പോഴേക്കും വേദയോട് സന്തോഷമാണ്, ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നേ. നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമേ ഒരു സംശയം തോന്നിയായിരുന്നു, നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന്. ഇപ്പം എനിക്ക് മനസ്സിലായി. ആ സമയം വേദ പറഞ്ഞു, ഇതെൻ്റെ ഭർത്താവ് വിക്രമാന്ന് പറഞ്ഞു. അതെ, കൂടുതലൊന്നും പറയണ്ട, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എനിക്ക് ഇയാളെ നന്നായിട്ടറിയാമെന്ന് പറഞ്ഞു. നന്നായിട്ടറിയാമെന്നോ? ചിലപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുറേ കാലങ്ങൾക്ക് മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ കല്യാണം ക്ഷേത്രത്തിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ എൻ്റെ ഇടയ്ക്കിലേക്ക് കയറിയത്? ഇയാൾ വന്നിട്ട് ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ നിന്ന് ആ താലി വലിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് വേദയുടെ മനസ്സിലേക്ക് ആ കാര്യം വരുവാണ്. അപ്പോൾ അയാളാണ് ഇയാളെന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. വേദയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അന്ന് വിക്രം കൂട്ടരും അവളെ സന്തോഷിനെ പിടിച്ചുകൊണ്ട് പോയതാണ്. പക്ഷേങ്കിൽ പിന്നെ ഒരു വിവരമില്ലായിരുന്നു. വേദ അതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും പോയതുമില്ല, എന്താ ഏതാ സംഭവിച്ചെന്നുള്ള കാര്യം. വിക്രം ഇങ്ങനെ വല്ലാത്തൊരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഈ സമയം സന്തോഷം പറഞ്ഞു, അന്നത്തെ ആ ദിനങ്ങൾ അത് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലെന്ന് പറഞ്ഞു. അപ്പം ഇയാളെ കല്യാണം കഴിച്ച് നിങ്ങളായിരുന്നു അല്ലേന്ന് ചോദിച്ചു. ഇപ്പോഴല്ലേ കാര്യങ്ങൾക്കൊരു വ്യക്തത വരുന്നേ. അപ്പോഴേക്കും വേദ പറഞ്ഞു, അല്ല അത് പിന്നെ സന്തോഷ് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങളെന്ന് പറഞ്ഞു. വേണ്ട, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, ഇയാൾ കാരണം എൻ്റെ ജീവിതം നശിച്ചു പോയത്. ഇത്രയും നാൾ എനിക്ക് നിങ്ങളെ കാണുക പോലും വേണ്ട. അപ്പോഴേക്കും വേദ ചോദിച്ചു, അല്ല എന്താ ശരിക്കും പറ്റിയത്? അതിനുശേഷം എന്താ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ജീവിക്കുന്നത്? നിങ്ങൾ താലി കെട്ടി പെണ്ണ് നിങ്ങളോടൊപ്പം ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ടപ്പോൾ സന്തോഷം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും സംസാരിക്കാനല്ല, നിങ്ങളൊന്ന് പോയി തന്ന ഉപകാരമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും വിക്രം സന്തോഷിനെ വിളിക്കണം. സന്തോഷേ ഒരു മിനിറ്റ്, എനിക്കൊന്ന് സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. എനിക്കൊന്നും സംസാരിക്കാനില്ലെന്നല്ലേ പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ ഒരു കാര്യവും കേൾക്കണ്ട എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയിട്ട് കഥ അങ്ങോട്ട് വലിച്ചടയ്ക്കണം. ഒരു നിമിഷം വേദ വിക്രത്തെ നോക്കി, എന്നിട്ട് ചോദിച്ചു, സത്യം പറ വിക്രം, എന്താ അന്ന് സംഭവിച്ചേ? അന്ന് നിങ്ങൾ ഇയാളെ
ആ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഞാൻ കണ്ടതാ. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അന്ന് സന്തോഷിനെടുത്ത് ആക്കിയതും കൊടുത്ത് ഞാൻ വിട്ടതാ. പക്ഷെ അതിനുശേഷം എന്താ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഒരു പക്ഷേങ്കിൽ ഇനി അവർ രണ്ടുപേരും കൂടെ വേറെ പിരിഞ്ഞ് കാണുമായിരിക്കും എന്ന് പറഞ്ഞു. പിള്ളസാറിൻ്റെ പെങ്ങടെ മോളായിരുന്നത്. അപ്പോൾ ആ ബന്ധത്തെ പിള്ളസാർ എതിർത്തു. അതുകൊണ്ട് പിള്ളസാർ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു പറഞ്ഞു. വേദ പറഞ്ഞു, എന്നാലും വിക്രം ചെയ്തേ ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമില്ല. വിക്രം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അന്ന് ഞാൻ ആ കാര്യത്തിൽ ഇടപെട്ട എന്തുകൊണ്ടാന്ന്. അതിൻ്റെ വാശിക്കല്ലേ വിക്രം എൻ്റെ കഴുത്ത് താലി ആർത്തിയെന്ന് ചോദിച്ചു. വിക്രത്തിന് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടായിരുന്നു. ആ സമയം വേദ പറഞ്ഞു, എന്താണെങ്കിലും സന്തോഷം സംസാരിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് കഥയെ വന്ന് വേദം മുട്ടുവാണ്. വേദം മുട്ടിയിട്ട് സന്തോഷിനോട് പറഞ്ഞു, എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സന്തോഷം പറഞ്ഞു, എനിക്ക് ആരോടൊന്നും സംസാരിക്കുകയല്ല. വേദ ചോദിച്ചു, അല്ല എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അന്ന് നിങ്ങൾ താലി കെട്ടിയ ആ പെൺകുട്ടി അവളിപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിച്ചു. അവൾ എവിടെയുണ്ടെന്നോ? എൻ്റെ അവളുടെ ജീവിതം തല്ലിക്കെടുത്തിയില്ലേ നിങ്ങൾ? എന്നിട്ട് എന്തായി? അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടായെന്ന് ചോദിച്ചു. അവളുടെ ജീവൻ നശിച്ചു പോയില്ലേ? പിന്നീടാണ് സന്തോഷം ചുരുക്കിയ കാര്യങ്ങളൊക്കെ പറയണത്. അവളുടെ കഴുത്തിൽ താലിയ കിട്ടി. പക്ഷേങ്കിൽ അതിൻ്റെ പേരിൽ രണ്ട് കുടുംബക്കാരും എതിർത്തു. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് അവൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറെ കല്യാണമൊന്നും കഴിക്കാതെ അവളിപ്പോഴും വീട്ടിൽ തന്നെയുണ്ട്. ഒരു കല്യാണത്തിനും ഒരു ബന്ധത്തിനൊന്നും അവളും താല്പര്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുവാണ്. അതുമാത്രമല്ല, പിള്ളേരുടെ ഗുണ്ടുകൾ ചേർന്നിട്ട് ഈ പറയുന്ന സന്തോഷിനെ കാലൊക്കെ തല്ലി ഒടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും പക്ഷെ വിക്രത്തിന് അറിവുള്ള കാര്യങ്ങളായിരുന്നില്ല. വിക്രം താക്കീത് കൊടുത്ത് വിട്ടുള്ളൂ. പക്ഷേ സന്തോഷം നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കുറ്റബോധം വിക്രത്തിന് മനസ്സിലുണ്ടായി. ഒരുപക്ഷെ താൻ അന്ന് ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിരിക്കുമെന്ന്. അവർ കല്യാണം കഴിച്ച് എവിടെയെങ്കിലും ഒരു ഒളിച്ചോടി പോയാനും അന്ന് അവരവിടുന്ന് പോകാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ആ സമയത്ത് താനാണ് പിടിച്ചു നിർത്തിയത്. അത് വിക്രത്തിന് വല്ലാതെ അലട്ടുമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും വിക്രത്തിന് ഒരു നിമിഷം അറിയണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ട് വിക്രത്തിന് മനസ്സിലുണ്ടായി. പിന്നീട് സന്തോഷ് കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നതുപോലുമില്ല. വിക്രത്തോട് വേദ പറഞ്ഞു, എന്തായാലും വിക്രം അന്ന് ചെയ്ത ആ ക്രൂരത അതിൻ്റെ ബലമാണെന്ന് തോന്നി ഇപ്പം നമ്മൾ ഈ കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ശാപമൊക്കെ എവിടെ കൊണ്ടേ തീർക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ പണിയൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ളതല്ലെന്ന്. അല്ല വേറെ അതിന് ഞാനൊന്നും വേണ്ട കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. വിക്രത്തിന് ഭയങ്കര ടെൻഷനായിരുന്നു. ഉടനെ വിക്രം അച്ഛനെ കാണാനായിട്ട് പോകുന്നുണ്ട്. മൈക്കിൾ അച്ഛനെ പോയി കണ്ട് മൈക്കിൾ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയണം. പുതിയ മാനേജറെ കുറിച്ചും പിന്നെ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയണം. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ, അവരെ തമ്മിൽ വേർപിരിക്കാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ വിക്രത്തെ ചിലപ്പോൾ കർത്താവ് വീണ്ടും നിയോഗിച്ചിരിക്കുമായിരിക്കും അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കാനായിട്ട്. ഞാൻ നോക്കിയിട്ട് ഇതൊരു നല്ല അവസരമായിട്ട് കണക്ക് കൂട്ടണം. വിക്രമായിട്ട് അവരെ വേർപിരിച്ച അങ്ങനെയാണെങ്കിൽ അവരെ ഒന്നിപ്പിക്കാണ്ട് വിക്രം തന്നെ മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം അച്ഛനെന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യും, ഒരു നിമിഷം ഒന്ന് നിൽക്കുക, ഞാനൊന്ന് കർത്താവിനോട് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് അച്ഛനകത്തേക്ക് കയറി. കാരണം എന്ത് കാര്യം നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതിന് മുമ്പും അച്ഛന് ദൈവത്തോട് ചോദിക്കും എന്ന് പറഞ്ഞാൽ പോയി ബൈബിളൊക്കെ പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ ഒന്ന് വായിക്കും. അതിനകത്തൊരു വചനം എടുത്ത് വായിക്കും. ആ വചനം വായിച്ച് കഴിയുമ്പോൾ അച്ഛന് ഒരു ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ തോന്നും. അങ്ങനെ ഒടുവിൽ അച്ഛൻ പോയി ബൈബിളൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സമയം വിക്രത്തിന് മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ദൈവമേ, താൻ കാരണം ആ കുടുംബം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? താൻ അറിയാതെയാണെങ്കിലും ആ തെറ്റ് ചെയ്തു പോയി. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പ്രതീക്ഷയില്ല. അന്നത്തെ ആ ചോരത്തിൽ പോയി കാണിച്ചു പോയതാണ്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് വിക്രം നിന്ന് ഉരുകുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.